ഹായ് ഫ്രണ്ട്സ്, ഞാൻ വന്നിട്ടുള്ളത് ഒരു മാംഗോ കുൽഫിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈ ചൂട് സമയത്തൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാംഗോ കുൽഫിയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുമെന്ന് കാണാം. ഇതിനു വേണ്ടി നല്ലതുപോലെ പഴുത്തിട്ടുള്ള കുറച്ച് മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇതിൻ്റെ മുകളിലുള്ള ഭാഗം മുറിച്ച് കളയാം. അതിനുശേഷം നമുക്കിതിൻ്റെ പുറമേയുള്ള തൊലി കളഞ്ഞെടുക്കണം. തൊലി ഇതുപോലെ നീക്കിയെടുത്തതിന് ശേഷം നമുക്കിത് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് അളവിൽ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ തിളച്ച് വരണം. പാല് നമ്മൾ തിളപ്പിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരുന്ന മാങ്ങ ഇട്ട് കൊടുക്കുക. മാങ്ങ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ട് വരണം. നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. മാങ്ങ നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. വെള്ളം ചേർക്കാതെയാണ് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തിളപ്പിക്കാൻ വെച്ചിരുന്ന പാല് നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. ഇനി പാലിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പാലിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. മാങ്ങ പാലിൽ നന്നായിട്ട് മിക്സാവുന്ന രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തു. അതിനുശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്ത് നമ്മളിത് തിളപ്പിച്ചെടുക്കേണ്ടതാണ്. 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളിത് തണുക്കാൻ വേണ്ടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം. തണുത്തതിന് ശേഷം നമുക്ക് ഐസ് ട്രേയിലേക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ട്രേയിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് അടച്ച് വെക്കണം. നമ്മൾ ഈ ട്രേയിലേക്ക് ഒഴിച്ചതിന് ശേഷം ബാക്കിയുണ്ട്, അത് നമുക്ക് പേപ്പർ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മളെ കയ്യിൽ പേപ്പർ ഗ്ലാസ് ഇല്ലെങ്കിൽ സാധാരണ സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ച് കൊടുത്താലും മതിയാകും. ഞാനിപ്പോൾ ഈ പേപ്പർ ഗ്ലാസ് ഉള്ളത് കൊണ്ട് ഇതിലാണിപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കണം. പേപ്പറിൻ്റെ മുകളിലായിട്ട് ഒരു ഹോൾ വെച്ചിട്ട് അതിൽ സ്റ്റിക്ക് വെച്ചിട്ട് നമുക്കിത് അടച്ച് വെക്കാം. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 6 മണിക്കൂറെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. അതിനുശേഷം നമുക്കിത് എടുക്കാവുന്നതാണ്. ട്രേയിൽ നിന്ന് എടുക്കുന്ന മാംഗോ കുൽഫി പെട്ടെന്ന് അലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഐസ് ക്യൂബ്സിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നിരത്തി വെക്കാം. ട്രേയിൽ നിന്നും പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു 2 മിനിറ്റ് സമയം തണുത്ത വെള്ളത്തിലൊന്ന് ഇറക്കി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇത് എടുത്തു മാറ്റാവുന്നതാണ്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിസ്ത കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാംഗോ കുൽഫി തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.